നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ വമ്പൻ എണ്ണശേഖരം വികസിപ്പിക്കാൻ സഹായിക്കുന്നതിനായി വാഷിംഗ്ടൺ പാകിസ്ഥാനുമായി ഒരു കരാറിൽ എത്തിയിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പറഞ്ഞു. പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഒരു മുൻനിര കമ്പനിയെ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ലെന്നും ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിറ്റേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാകിസ്ഥാൻ രാജ്യവുമായി ഞങ്ങൾ ഒരു കരാർ ഒപ്പിട്ടു. അതിലൂടെ പാകിസ്ഥാനും അമേരിക്കയും അവരുടെ വമ്പിച്ച എണ്ണശേഖരം വികസിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കും. ഈ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകുന്ന എണ്ണ കമ്പനിയെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലാണ് ഞങ്ങൾ. ആർക്കറിയാം, ഒരുപക്ഷെ അവർ ഒരു ദിവസം ഇന്ത്യക്ക് എണ്ണ വിൽക്കാൻ സാധ്യതയുണ്ട്, ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ എഴുതി. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന നിരവധി ലോക നേതാക്കളുമായി താൻ സംസാരിച്ചതായും അതേ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. ഒന്നിലധികം രാജ്യങ്ങൾ താരിഫ് ഇളവ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഇത് US-ന്റെ വ്യാപാര കമ്മി ഗണ്യമായി കുറയ്ക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇന്ന് വൈറ്റ് ഹൌസിൽ വ്യാപാര കരാറുകളിൽ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾ വളരെ തിരക്കിലാണ്. ഞാൻ പല രാജ്യങ്ങളുടെയും നേതാക്കളുമായി സംസാരിച്ചു. അവരെല്ലാം അമേരിക്കയെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം എഴുതി. ദക്ഷിണ കൊറിയൻ വ്യാപാര പ്രതിനിധി സംഘവുമായി താൻ ഇന്ന് തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ദക്ഷിണ കൊറിയ ഇപ്പോൾ 25% തീരുവയിലാണ്. പക്ഷേ ആ തീരുവകൾ കുറയ്ക്കാൻ അവർക്കൊരു ഓഫറുണ്ട്. ആ ഓഫർ എന്താണെന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ മറ്റു രാജ്യങ്ങളും താരിഫ് കുറയ്ക്കുന്നതിനുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വ്യാപാര കമ്മി വളരെ വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കും. ഉചിതമായ സമയത്ത് ഒരു പൂർണ്ണ റിപ്പോർട്ട് പുറത്തിറക്കും. ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി. അമേരിക്കയെ വീണ്ടും മികച്ചതാക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് വൈറ്റ് ഹൌസിൽ നടന്ന പത്രസമ്മേളനത്തിൽ ട്രംപ് സ്ഥിരീകരിച്ചു. എന്നാൽ ഇറക്കുമതി തീരുവകൾ ഏർപ്പെടുത്തിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ചർച്ചകൾ നടത്തുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. ചർച്ചകളിലൂടെ തർക്കം പരിഹരിക്കാൻ US തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഞങ്ങളിപ്പോൾ അവരോട് സംസാരിക്കുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം, ട്രംപ് ആവർത്തിച്ചു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജബന്ധം തുടരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപ് ഇന്ത്യൻ ഇറക്കുമതിക്ക് 25% തീരുവയും അധിക പിഴയും ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനുമായുള്ള കരാറിന്റെ പ്രഖ്യാപനം വന്നത്. ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ദക്ഷിണേഷ്യൻ രാജ്യത്തിന് 25% തീരുവ ചുമത്തുന്നതും റഷ്യയിൽ നിന്ന് എണ്ണയും കമ്പനി ഉപകരണങ്ങളും വാങ്ങുന്നതിന് അനിശ്ചിത പിഴ ചുമത്തുന്നതും സംബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യയും US-ഉം ന്യായവും സന്തുലിതവും പരസ്പര പ്രയോജനകരവുമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിന്മേലുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്, വാണിജ്യ വ്യവസായ മന്ത്രാലയം പറഞ്ഞു. നമ്മുടെ കർഷകരുടെയും സംരംഭകരുടെയും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെയും ക്ഷേമം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര ഭരണകൂടം അതീവ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും അതിൽ പറയുന്നു. UK-യുമായുള്ള ഏറ്റവും പുതിയ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള മറ്റു വ്യാപാര കരാറുകളുടെ കാര്യത്തിലെന്ന പോലെ നമ്മുടെ ദേശീയ താൽപര്യം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും കേന്ദ്രം സ്വീകരിക്കുമെന്നും അത് കൂട്ടിച്ചേർത്തു. 2 തവണ US പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 25% തീരുവ ചുമത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രതികരണം വന്നത്. ട്രംപിന്റെ പുതിയ താരിഫ് നീക്കത്തെക്കുറിച്ചുള്ള തന്റെ വിശകലനം പങ്കുവെച്ചുകൊണ്ട് ICRA-യിലെ ചീഫ് എക്കണോമിസ്റ്റ് ആദിത്യ നായർ പറഞ്ഞത്, US തുടക്കത്തിൽ താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രവചനം 6.2% കുറച്ചിരുന്നു. കയറ്റുമതിയിലെ നേരിയ വർധനവും സ്വകാര്യ മൂല്യത്തിലെ കാലതാമസവും കണക്കിലെടുത്താണിത്. US ഇപ്പോൾ നിർദ്ദേശിക്കുന്ന താരിഫ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ്. അതിനാൽ ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്നാണ്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.